എനിക്കൊപ്പം അഞ്ജന അനിൽകുമാറുണ്ട്. അഞ്ജന അനിൽകുമാർ ഇപ്പോഴുള്ളത് ആന ഈ എൽദോസിനെ ആക്രമിച്ച അതേ സ്ഥലത്താണ്. അഞ്ജന, നമസ്കാരം. അഞ്ജന, ആ ദൃശ്യങ്ങളൊക്കെ ഒന്ന് പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കുക. എവിടെയാണ് ആന നിന്നിട്ടുണ്ടാവുക, ഏത് സ്ഥലത്തൂടെയാണ് നടന്നു വന്നത്, അവിടുത്തെ വഴിവിളക്കിൻ്റെ അവസ്ഥ, അതേപോലെ ഫെൻസിങ് പ്രവർത്തനക്ഷമമല്ലാത്തത്, അവിടെ നിന്ന് എത്ര ദൂരം നടന്നാലാണ് നമ്മൾ വീട്ടിലേക്ക് എത്തുക? അഞ്ജന, ഇന്നലെ ഈ ദൃക്സാക്ഷികൾ പറഞ്ഞത് ഈ സ്ഥലത്ത് എങ്ങനെയാണ് ആക്രമണം ഉണ്ടായത് എന്നാണ്. അരുൺ, ഇവിടെയാണ് ഇന്നലെ എൽദോസിനെ കാട്ടാന ആക്രമിച്ചത്. ഇന്നലെ രാത്രി 8:30 ഈ പ്രദേശത്ത് വെച്ചാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. എൻ്റെ പുറകിൽ കാണുന്ന ഈ വനത്തിൽ നിന്ന് കാട്ടാന വന്ന് ഇവിടെ വെച്ചാണ് ക്രൂരമായ ആക്രമണത്തിന് എൽദോസ് ഇരയായത്. ഇവിടെ നിന്നും ഏകദേശം കഷ്ടി ഒരു 100 മീറ്റർ മാത്രമേ എൽദോസിന്റെ വീട്ടിലേക്കുള്ളൂ. അത്ര അടുത്തു വെച്ചാണ് ഇങ്ങനെ ഒരു ദാരുണമായ സംഭവം നടക്കുന്നത്. കുറച്ചുകൂടി വീട്ടുകാരെ കാണാൻ കഴിയുമായിരുന്നു. വനമായതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് വീട് കാണാൻ കഴിയില്ല. എന്നാൽ ആ വീട്ടിലേക്കുള്ള വഴിയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. കുറച്ച് ദൂരം മാത്രം നടന്നാൽ മതിയായിരുന്നു. അതിനുള്ളിൽ തന്നെ എൽദോസ് വീട്ടിലെത്തിയേനെ. ഇവിടെ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത്, ഇന്നലെ രാത്രിയെല്ലാം നമ്മൾ ഇവിടെ വന്നപ്പോൾ വളരെയധികം വിജനമായിരുന്നു. ഒരു തെരുവുവിളക്ക് പോലും പ്രവർത്തിച്ചിരുന്നില്ല. നാട്ടുകാരുടെ കനത്ത പ്രതിഷേധത്തെ തുടർന്ന് ഇന്നലെ രാത്രി സ്ഥാപിച്ച ഒരേ ഒരു തെരുവുവിളക്കാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത്. ഈ തെരുവുവിളക്ക് ഇന്നലെ സ്ഥാപിച്ചതാണ്. അതുവരെയും ഇവിടെ ഒരു വെളിച്ചവും ഉണ്ടായിരുന്നില്ല. ഒരു തെരുവുവിളക്കിൻ്റെ എങ്കിലും സാന്നിധ്യം ഉണ്ടായിരുന്നെങ്കിൽ എൽദോസിന് ഒരുപക്ഷെ ഈ ആനയെ കാണുവാൻ സാധിക്കുമായിരുന്നു, ആനയുടെ പക്കൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമായിരുന്നു. പക്ഷേ അതിനൊന്നുമുള്ള സാഹചര്യം ഇന്നലെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കാട്ടാനയുടെ ആക്രമണത്തിൽ എൽദോസ് മരണപ്പെടുകയാണ് ഉണ്ടായത്. ഇന്നലെ ഓളം നീണ്ടുനിന്ന പ്രതിഷേധമാണ്. കഴിയുന്നില്ല. ഈ പാതയും കാടും തമ്മിൽ വേർതിരിക്കുന്ന ഒന്നും അവിടെ ഇല്ല അല്ലേ? ഇല്ല അരുൺ, അങ്ങനെ തന്നെയാണ്. ഒരു തരത്തിലുള്ള ഫെൻസിങ്ങും ഇവിടെ ഇല്ല. ഈ പാതയും കാടും വേർതിരിക്കുന്ന ഒരു അതിർത്തിയും ഇവിടെ ഇല്ല. ആനയ്ക്കാണെങ്കിലും മറ്റ് വന്യജീവികൾക്കാണെങ്കിലും റോഡിലേക്ക് പെട്ടെന്ന് തന്നെ ഇറങ്ങി വരാൻ കഴിയുന്ന ഒരു സാഹചര്യമാണ്. ഇന്നലെ രാത്രിയും ഈ പ്രതിഷേധക്കാർ ഉയർത്തിയിരുന്ന പ്രധാന പ്രശ്നവും അതുതന്നെയാണ്. ഇത്രയേറെ അപകടം നടന്ന മേഖലയായിട്ട് പോലും ഇതുവരെയും ഇവിടെ ഫെൻസിങ് ഒന്നും തന്നെ സ്ഥാപിച്ചിട്ടില്ല. ഇതിനു മുൻപ്, അതായത് ഒരു 6 മാസങ്ങൾക്ക് മുൻപ് ഇന്ദിര എന്ന സ്ത്രീയും ഇതുപോലെ കാട്ടാന ആക്രമണത്തിന് ഇരയായതാണ്. അപ്പോൾ തന്നെ ഇവർ ഈ പ്രശ്നങ്ങളെല്ലാം ഉയർത്തി പറഞ്ഞതാണ്. ഫെൻസിങ്ങിന്റെ അപാകതയുണ്ട്, തെരുവുവിളക്കിന്റെ അസാന്നിധ്യമുണ്ട് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞതാണ്. നടപടിയും എടുക്കാത്തതിനുള്ള ജനരോക്ഷമാണ് ഇന്നലെ രാത്രി ഇവിടെ നടന്നത്. KSRTC ബസ് ഇറങ്ങിയത് എന്നിട്ട് ഏത് ഡയറക്ഷനിലേക്കാണ് പോയത്? അരുൺ, അവിടെ നിന്നുമാണ് ബസ് ഇറങ്ങി എൽദോസ് വന്നത്. അവിടെ നിന്നും നടന്ന് ഇങ്ങോട്ടേക്ക് വരികയായിരുന്നു. ഇവിടെ വെച്ചാണ് എൽദോസിനെ കാട്ടാന ആക്രമിച്ചത്. ഈ കാട്ടിൽ നിന്ന് വന്ന ആന ഈ ഒരു പ്രദേശത്ത് വെച്ച് എൽദോസിനെ ആക്രമിക്കുകയായിരുന്നു. ഇവിടെ നിന്നും കഷ്ടി ഒരു 100 മീറ്റർ കഴിഞ്ഞാൽ എൽദോസിന്റെ വീട്ടിലേക്കുള്ള വഴിയാണ്. അത്രയും മാത്രം ദൂരം സഞ്ചരിച്ചാൽ മതിയായിരുന്നു എൽദോസിന് വീട്ടിലെത്താൻ. ഈ വഴിയിലൂടെ നടന്ന് തൻ്റെ വീട്ടിലെത്താമെന്ന പ്രതീക്ഷയോടുകൂടി വീടെത്തുന്നതിന് തൊട്ട് മുൻപായിട്ടാണ് ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടായത്. തെരുവിളക്കൊന്നും തന്നെ പ്രവർത്തിക്കാത്തത് കൊണ്ട് ആനയെ കൂട്ടിമുട്ടുമ്പോഴാണ് കാണുന്നത്. ക്ഷമിക്കണം അരുൺ, ഒന്നുകൂടെ. തൊട്ടടുത്താണോ ഒരു ഫോറസ്റ്റ് ഓഫീസോ മറ്റോ ഉള്ളത്? അതെ അരുൺ, ഈ എൽദോസിന്റെ വീട് കഴിഞ്ഞിട്ട് കുറച്ചുകൂടി മുന്നോട്ട് പോകുമ്പോഴാണ് ഫോറസ്റ്റ് ഓഫീസ് ഉള്ളത്. ഇവിടെ നിന്ന് നമ്മൾ വരുമ്പോൾ ആദ്യമുള്ളത് എൽദോസിന്റെ വീട്ടിലേക്കുള്ള വഴിയാണ്. അവിടെ നിന്നും കുറച്ചുകൂടി മുൻപോട്ട് പോകുമ്പോഴാണ് ഈ ഫോറസ്റ്റ് ഓഫീസ്. രാത്രിയിൽ ഈ വഴിവിളക്കില്ലാതെ ഇതിലൂടെ കടന്നു പോവുക വല്ലാതെ പേടിച്ചല്ലേ പോവേണ്ടി വരിക. ഇതുപോലെ ആന നിന്നാലൊക്കെ എങ്ങനെ തിരിച്ചറിയുക? തീർച്ചയായും അരുൺ, അങ്ങനെ തന്നെയാണ്. ഇന്നലെ രാത്രിയും ഇവിടെ ഒരു തരത്തിലുള്ള വെളിച്ചവും ഉണ്ടായിരുന്നില്ല. ഇത് ഇന്നലെ രാത്രി സ്ഥാപിച്ച തെരുവുവിളക്കാണ്. യാതൊരു രീതിയിലും ഒരു വന്യജീവി വന്ന് നിന്നാൽ പോലും കാണാൻ കഴിയാത്തൊരു സാഹചര്യമാണ്. എപ്പോഴും പണ്ടുതൊട്ട് ഇവിടെ തെരുവുവിളക്കില്ലാത്തൊരു സാഹചര്യം തന്നെയാണ് അല്ലേ? ഇവിടെ ഇല്ലാണ്ടായിട്ട് ഇപ്പോൾ 9 മാസമായി. വിളക്ക് എല്ലാം പോയി കിടക്കുക. നിങ്ങൾ ഫോറസ്റ്റ് അധികൃതരെയും എല്ലാവരെയൊക്കെ അറിയിച്ചതാണ്? ഫോറസ്റ്റ് അറിയിച്ച നൈറ്റ് പെട്രോളിംഗ് ഒക്കെ കുറച്ച് ദിവസം ഉണ്ടായിരുന്നു, പിന്നെ ഒന്നും ഉണ്ടാവില്ല. 2-3 ദിവസം വരും, പിന്നെ ഉണ്ടാവില്ല. ഒരു അപകടം ഉണ്ടാകുമ്പോൾ മാത്രം കുറച്ച് ദിവസത്തേക്ക് ഒരു ചൂടുണ്ട്, ദിവസത്തേക്ക് ഉണ്ടാവും. ഇപ്പോൾ പുണർക്കുടിയിൽ ഇതുപോലെ ഒരു 3-4 കൊല്ലം മുമ്പ് ഒരു ചേട്ടനെ ആന ചവിട്ടി കൊന്നപ്പോൾ ഒരു കുറച്ച് ദിവസത്തേക്ക് ഉണ്ടായിരുന്നു, പിന്നെ ഉണ്ടാവില്ല. ഇതാണ് അവസ്ഥ.
ഈ ഫെൻസിങ്ങും ഒന്നും തന്നെ ഇല്ല. ഫെൻസിങ് ഉണ്ടായിരുന്നതാണ്, പക്ഷെ ഫെൻസിങ് പോയതാ. അത് ഗുരുനിലവാരം ഇല്ലാത്ത ഫെൻസിങ് ആണ് ഇടുന്നത്, നിലനിൽക്കില്ലല്ലോ അത്, അങ്ങനെ തന്നെ പോയതാ. സോളാർ ഫെൻസിങ് സ്ഥാപിക്കാനുള്ള കാര്യങ്ങളൊക്കെ റെഡിയായതാണെന്നാണ് കളക്ടർ പറയുന്നത്. എന്തോ ഒരു താമസം കൊണ്ട് മാത്രം നടക്കാതെ പോയതാ. അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ഇവിടെ തുടങ്ങിയായിരുന്നു? വന്ന ഉദ്യോഗസ്ഥന്മാർ 2 ദിവസം വന്ന് നോക്കുകയൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു. ഇന്നലെ കളക്ടർ പറഞ്ഞാൽ 21 ആകുമ്പോഴേക്കും ഫെൻസിങ്ങിന്റെ പണി ആരംഭിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലൊപ്പം തന്നെ ട്രെഞ്ചും 21 എപ്പോഴും തുടങ്ങുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ പുള്ളി പറഞ്ഞാൽ എല്ലാം കഴിഞ്ഞ് 27 പുള്ളി സർവകക്ഷി പുള്ളി യോഗം വിളിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ പുള്ളി നേരിട്ട് വന്ന് പങ്കെടുത്ത് എല്ലാ കാര്യങ്ങളിലും തുടങ്ങിയെന്ന് ബോധ്യമാവുമെന്നാണ് പുള്ളി പറഞ്ഞേക്കുന്നത്. ഈ ഒരു തിടുക്കം നേരത്തെ കാണിച്ചിരുന്നെങ്കിൽ ചിലപ്പോൾ എൽദോസിന്റെ മരണം ഒഴിവാക്കായിരുന്നു അല്ലേ? ഈ ഒരു തിടുക്കം ഇല്ലെങ്കിലും വഴിവിളക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ പുള്ളി ഒരു പക്ഷേ രക്ഷപ്പെട്ടേനെ. അരുൺ, അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എല്ലാവരും എടുത്തു പറയുന്ന കാര്യവും അത് തന്നെയാണ്. ഒരു തിരവുവിളക്കെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ബസ്സിറങ്ങി കിണാച്ചേരിയിലേക്ക് പോയി എന്നാണ് ഇന്നലെ എന്നോട് പി ജോഷി പറഞ്ഞത്, അവിടുത്തെ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ. അപ്പോൾ ആദ്യം പോയ 2 പേരും ഈ ആനയെ കണ്ടില്ല, പിന്നാലെ വന്ന എൽദോസിനെയാണ് ആന ആക്രമിച്ചത് എന്നാണ് ദൃക്സാക്ഷികൾ ഇന്നലെ പറഞ്ഞതായിട്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ ആന ഈ വഴിയുടെ അടുത്ത മരത്തിൻ്റെ ചുവട്ടിലോ മറ്റോ മറഞ്ഞു നിൽക്കുകയായിരുന്നു. അതിനുശേഷം എൽദോസ് വരുമ്പോഴാണ് ആനയെ ആക്രമിക്കുന്നത് അല്ലേ? അരുൺ, അങ്ങനെ തന്നെയാണ്. ഈ പുറകിലൂടെയുള്ള ഈ വഴിയിലൂടെയാണ് എൽദോസ് വന്നത്. ഇവർ 3 പേരും ഒന്നിച്ചായിരിക്കാം വന്നത്. ചിലപ്പോൾ എൽദോസ് ആയിരിക്കും വനത്തിനോട് ചേർന്ന് നടന്നത്. എൽദോസ് എന്തായാലും ആനയെ കണ്ടിട്ടില്ല. ആനയുടെ മേത്ത് മുട്ടിയപ്പോൾ മാത്രമാണ് ഒരു ആനയുണ്ട് ആ റോട്ടിൽ എന്ന് എൽദോസ് തിരിച്ചറിയുന്നത്. പിന്നെ ഒന്നിനുമുള്ള ഒരു സാവകാശം ഉണ്ടായിരുന്നില്ല. ആനയുടെ ക്രൂരമായ ആക്രമണത്തിന് എൽദോസ് ഇരയാവുകയായിരുന്നു. ഈ ഒരു പ്രദേശത്ത് വെച്ച് ഇവിടെ നമുക്ക് കാണാവുന്നതുപോലെ റോഡും കാടും തമ്മിൽ ഒരു വേർതിരിവില്ല. അതിനാൽ തന്നെ ഈ ഒരു പ്രദേശത്ത് വെച്ച് തന്നെ കാട്ടാനയുടെ ക്രൂരമായ ആക്രമണത്തിന് എൽദോസ് ഇരയാവുകയായിരുന്നു. ഇവിടെ നിന്നും ഏറ്റവും സങ്കടകരമായ കാര്യം, ഇവിടെ നിന്നും കഷ്ടി 100 മീറ്റർ മാത്രമേ ഉള്ളൂ. ആ 100 മീറ്റർ കൂടി സഞ്ചരിച്ചെങ്കിൽ എൽദോസ് ഇന്നലെ വീട്ടിലെത്തിയിരുന്നേനെ. നാട്ടുകാർ പറയുന്നത് പോലെ ഈ ഒരു ഈ റോഡിൽ മിക്കവാറും ആനയെ കാണാറുണ്ടോ ഇവര് നാട്ടുകാര്? ആന ഇവിടെ ഇറങ്ങുന്നത് ഒരു പതിവ് കാഴ്ചയാണ് അരുൺ. ഇന്നലെ രാത്രിയും ഇവിടെയുള്ള നാട്ടുകാർ എല്ലാം തന്നെ പറഞ്ഞത് കുറച്ചുകൂടി നേരം നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരിട്ട് കാണാൻ കഴിയും, ആന റോട്ടിൽ വന്ന് നിൽക്കുന്നത് കാണാൻ കഴിയുമെന്നാണ്. കാരണം അത്രമാത്രം രാത്രിയാകുമ്പോൾ ആന ഇറങ്ങുന്ന ഒരു റോഡാണ്. റോഡ് ഏതാ കാടേത് എന്ന വേർതിരിവില്ലാതെ വന്യജീവികൾ ഈ പാതയിലേക്ക് ഇറങ്ങുന്നതാണ്. അതുകൊണ്ട് തന്നെ ഭീഷണിയുള്ള മേഖല. വഴിവിളക്ക് പ്രവർത്തിക്കുന്നില്ല, അതിന് തൊട്ടു മുന്നിലും വഴിവിളക്ക് പ്രവർത്തിക്കുന്നില്ല. ഈ 1 കിലോമീറ്റർ ദൂരമുള്ള ബസ് ഇറങ്ങി കിണാച്ചേരി വരെ പോകുന്ന സ്ഥലത്ത് ഒരു വഴിവിളക്കും പ്രവർത്തിച്ചിരുന്നില്ല അല്ലേ? അങ്ങനെ തന്നെയാണ് അരുൺ. ഈ ഒരു പാതയിൽ ബസ് ഇറങ്ങി വീട്ടിലേക്കുള്ള ഈ ഒരു പാതയിൽ ഇപ്പോൾ ഒരു വിളക്ക് പ്രവർത്തിക്കുന്നുണ്ട്. അത് ഇന്നലെ സ്ഥാപിച്ച തെരുവുവിളക്കാണ്. അതല്ലാതെയുള്ള മറ്റ് തെരുവുവിളക്കുകൾ ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല. രാത്രി നമ്മൾ വന്നു കഴിഞ്ഞാൽ വിജനമാണ് ഈ റോഡ്. ഒന്നും തന്നെ കാണാൻ കഴിയില്ല. മൊബൈൽ ടോർച്ചിന്റെ വെളിച്ചത്തിൽ മാത്രമേ നമുക്ക് നടക്കാൻ കഴിയൂ. ഇത് ഇന്നലെ ഇത്രമാത്രം പ്രതിഷേധം ഉണ്ടായതുകൊണ്ട് മാത്രം ഇന്നലെ സ്ഥാപിച്ച തെരുവുവിളക്കാണ്. അല്ലാതെ ഈ പ്രദേശത്ത് ഒന്നും തന്നെ വെളിച്ചമില്ല. എൽദോസിന് തീർച്ചയായും ആനയെ കാണുവാൻ സാധിച്ചിട്ടുണ്ടാവില്ല. സാധിച്ചിരുന്നെങ്കിൽ ഇങ്ങനെ ഒരു അപകടം ഉണ്ടാകില്ലായിരുന്നു. പിന്നെ പ്രത്യേകം എടുത്തു പറയേണ്ടത് ഫെൻസിങ്ങിന്റെ കാര്യമാണ്. ഈ കാടും റോഡും തമ്മിൽ ഒരു വേർതിരിവില്ല. ഫെൻസിങ്ങിന്റെ അവശിഷ്ടങ്ങൾ അഞ്ജന ഒന്ന് നോക്കിയേ കാണാം. ഫെൻസിങ്ങിന്റെ അവശിഷ്ടങ്ങൾ, നേരത്തെ ഗുണനിലവാരമില്ലാത്ത ഫെൻസിങ് ഇട്ട് ആ ഫെൻസിങ് എല്ലാം തകർന്ന് കേബിളുകളായിട്ട് മാത്രം കിടക്കുന്നത് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കും. അതുകൂടി ഒന്ന് കാണിച്ചു കൊടുക്കാം നമുക്ക് പ്രേക്ഷകരെ. എങ്ങനെയാണ് ഒരു സംവിധാനം അനാസ്ഥമായിട്ട് തീരുന്നത്? മരണമുണ്ടാവുമ്പോൾ, ഒരു കൊലപാതകം ഉണ്ടാവുമ്പോൾ അധികാരികൾ വരും, വാക്ക് കൊടുക്കും, വളരെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തു പോകും. കാട്ടിക്കൂട്ടലാണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്നതാണ് വളരെ വ്യക്തമായിട്ടുള്ളത്. ആ കാട്ടിക്കൂട്ടലുകൾക്കിടയിൽ ജീവൻ നഷ്ടപ്പെടുന്ന മനുഷ്യരുണ്ട്. ഞങ്ങളുടെ പ്രതിനിധി അഞ്ജനയും സംഘവും ഫെൻസിങ് നോക്കുക. ഫെൻസിങ്ങൊക്കെ അഞ്ജന വളരെ കൂളായിട്ടാണ് കൈകൊണ്ട് പിടിക്കുന്നത്. സാധാരണ ആന തൊട്ട് കഴിഞ്ഞാൽ ഷോക്ക് അടിക്കുന്ന ഫെൻസിങ് ആണ്. ആ ഫെൻസിങ് പിടിച്ചിട്ട് ചെറിയ ഷോക്കൊന്നും ഏൽക്കുന്നില്ലല്ലോ അഞ്ജന? ഇല്ല അരുൺ, അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല. നമുക്കിവിടെ കാണാവുന്നത് പോലെ തകർന്ന രീതിയിലാണ്. ആ ഫെൻസിങ്ങിന്റെ പോസ്റ്റുകളെല്ലാം തകർന്നു കിടപ്പുണ്ട്. ഫെൻസിങ്ങിന്റെ കേബിളും ഇപ്പോൾ അഞ്ജന കയ്യിൽ പിടിച്ചിരിക്കുകയാണ്. പ്രേക്ഷകർ നോക്കൂ, ഇതാണ് കോതമംഗലത്തെ അവസ്ഥ എന്നുള്ളത്. ഈ വനംവകുപ്പുണ്ട്, വനംവകുപ്പിന് ഫണ്ടുണ്ട്. ആ ഫണ്ടുകളെല്ലാം പൂഴ്ത്തിവെച്ചിരിക്കുകയാണ്. ഇതൊന്നും സാധാരണ ജനങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നില്ല. സോളാർ ഫെൻസിങ്ങിനൊക്കെ എത്രയോ നാൾ മുമ്പ് ടെൻഡറിങ് ക്ഷണിച്ചിരുന്നതാണ്. ഇതെല്ലാം മരണവാർത്ത വരുന്ന സമയത്ത്
സമയത്ത് വന്ന് പറയും കാര്യമായ നടപടികൾ എടുക്കും, ഫെൻസിങ് നടക്കും, ഒന്നും നടക്കുന്നില്ല. വിളക്ക് പോലും കത്തിക്കാത്ത അവസ്ഥയുണ്ടാവുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അഞ്ജന നിൽക്കുന്ന സ്ഥലത്തും എപ്പോൾ വേണമെങ്കിലും ആന വരാനുള്ള സാധ്യതയുള്ളൊരു സ്ഥലമാണല്ലേ അഞ്ജന? തീർച്ചയായും അരുൺ, അങ്ങനെ തന്നെയാണ്. നമ്മുടെ തൊട്ട് സൈഡിൽ കാണുന്നത് കാടാണ്. ഈ കാട്ടിൽ നിന്നും വന്യജീവികളെല്ലാം തന്നെ വരാറുണ്ട് എന്നാണ് നാട്ടുകാർ പറയുന്നത്. തൊട്ടപ്പുറത്ത് നിന്നുള്ള കാട്ടിൽ നിന്നുമാണ് ഇന്നലെ ആന ഇറങ്ങി ആക്രമണം ഉണ്ടായത്. രാത്രിയാകുമ്പോൾ ഇവിടെ ഒരു പതിവ് കാഴ്ചയാണ്, ആന ഇറങ്ങി റോട്ടിൽ നിൽക്കുന്നത് ഒരു പതിവ് കാഴ്ചയാണ് എന്നാണ് നാട്ടുകാർ നമ്മളോട് സൂചിപ്പിച്ചത്. അത്രയ്ക്ക് അപകടമല്ല. ഫെൻസിംഗ് ഉണ്ടായിരുന്നില്ല, വഴിവിളക്ക് 1 കിലോമീറ്റർ ദൂരത്തിലേ ഉണ്ടായിരുന്നില്ല. ആനയെ വഴി നിൽക്കുന്നത് കാണാൻ തിരിച്ചറിയുമായിരുന്നില്ല എൽദോസ് അടക്കമുള്ള യാത്രക്കാർ KSRTC ബസ് ഇറങ്ങി കിണാശ്ശേരിയിലേക്ക് നടന്നു പോകുന്നതിനിടയിലാണ് വഴിയരികിൽ പാത്തുനിന്നിരുന്ന ഒറ്റ ഈ എൽദോസിനെ ആക്രമിക്കുന്നത്. ഒന്നാലോചിച്ച് നോക്കൂ, നമ്മുടെ സംവിധാനങ്ങളുടെ കെടുകാര്യസ്ഥത എത്രത്തോളം ഉണ്ട് എന്നത് പ്രേക്ഷകർക്ക് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിലൂടെ മനസ്സിലായില്ലേ. ലൈറ്റ് കത്തിക്കില്ല, സ്ട്രീറ്റ് ലൈറ്റ് കത്തിക്കില്ല, ഒപ്പം റോഡിനെയും കാടിനെയും തമ്മിൽ വേർതിരിക്കാൻ വേണ്ടിയിട്ട് ഫെൻസിങ് ഇടണം. ഈ ആനയൊക്കെ ഇറങ്ങുന്ന സ്ഥലത്ത് 60ഓളം കുടുംബങ്ങളുള്ള ഒരു കൊച്ചു ഗ്രാമമാണ് കിണാശ്ശേരി. ആ ഗ്രാമത്തിലുള്ള മനുഷ്യർക്ക് പുല്ലുവിലയാണ് ഈ സംവിധാനങ്ങൾ നൽകുന്നത് എന്നത് ഇതിൽ നിന്ന് വ്യക്തമല്ലേ. മന്ത്രി വന്ന് പറയും ഒരുപാട് അടിയന്തര നടപടികൾ എടുക്കാൻ പോകുന്നു. ഓരോ തവണ മരിക്കുമ്പോഴും ഇതേ പല്ലവി ആവർത്തിച്ചു കൊണ്ടിരിക്കും. ഒന്നും നേരെയാവുന്നില്ല, ഒന്നും ശരിയാവുന്നില്ല എന്നതിപ്പോൾ പ്രേക്ഷകർക്ക് മനസ്സിലായില്ലേ. 1 വർഷം മുമ്പാണ് ഇതേ കിണാശ്ശേരിയിൽ തൊട്ടടുത്ത് മറ്റൊരു ആദിവാസി യുവാവിനെ ആന ഇതേപോലെ ചവിട്ടിക്കുന്നത്. ഇന്നലെ 2 ദിവസം മുൻപാണ് നേരിയമംഗലത്തൊരു പെൺകുട്ടി ഈ ആന പന മുറിച്ചിട്ടിട്ട് ബൈക്കിൽ യാത്ര ചെയ്യവേ മരിക്കുന്നത്. 7 മാസം മുമ്പാണ് ഇന്ദിര എന്നു പേരുള്ള മറ്റൊരു വീട്ടമ്മ ഭർത്താവിന് തോട്ടത്തിൽ ചായ കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുമ്പോൾ അതിരാവിലെ ആനയുടെ ആക്രമണത്തിൽ മരിക്കുന്നത്. അത്ഭുതകരമായിട്ടാണ് കൂടെ ഉണ്ടായിരുന്ന സൂസൻ എന്ന് പറയുന്ന ഒരു യുവതി രക്ഷപ്പെട്ടത്. ഇത് നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന വാർത്തയാണ്. ആ നാട്ടുകാരെ ശരിക്കും പറഞ്ഞാൽ സംവിധാനങ്ങളെല്ലാം ഉപേക്ഷിച്ച മട്ടാണ്. ഇന്നെന്തായാലും കോൺഗ്രസിൻ്റെ ഹർത്താലുണ്ട്. വലിയ പ്രതിഷേധം ഇന്നലെ രാത്രിയിൽ നമ്മൾ കണ്ടു, കുട്ടൻപുഴയിലടക്കം.